ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സാബി ഫുഡ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കൈപ്പക്കയുടെ റെസിപ്പി ആയിട്ടാണ്. ഒട്ടും കയ്പ്പില്ലാത്ത കൈപ്പക്ക റെസിപ്പി. അപ്പോൾ പൊതുവേ ഞാൻ കൈപ്പക്ക കഴിക്കാത്ത ഒരാളാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ ഒട്ടും കയ്പ്പുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു അളവിൽ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു അളവിന് തന്നെ ഉണ്ടാക്കണം. അത് മാറിപ്പോയാൽ കൈപ്പക്കയുടെ കയ്പ്പുണ്ടാവും. അപ്പോൾ ഞാനിവിടെ അരമുറി കൈപ്പക്ക ചെറുതായി കട്ട് ചെയ്തത്, പിന്നെ ഒരു തക്കാളി, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു മാങ്ങ. അപ്പോൾ ഈ തക്കാളിക്കും മാങ്ങക്കും നല്ല പുളി ഉണ്ടാവണം. ആ പുളി കാരണമാണ് നമുക്ക് കൈപ്പക്കയിൽ കയ്പ്പ് അറിയാത്തത്. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഞാൻ ഓയിലും ഉണ്ടാക്കാറുണ്ട്. ടേസ്റ്റിനൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഓയിൽ ഉണ്ടാക്കിയാലും മതി. 1/2 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് നന്നായി ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ ഇതിവിടെ പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കറിവേപ്പിലയും മാങ്ങയും തക്കാളിയും കൈപ്പക്കയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഒരു കൈപ്പക്കൊക്കെ ഉണ്ടാക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് 2 മാങ്ങയും 2 തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കാം. പക്ഷേ മാങ്ങയ്ക്കും തക്കാളിക്കും നല്ല പുളി ഉണ്ടാവണം. ഈ മാങ്ങയുടെയും തക്കാളിയുടെയും പുളി ഉള്ളത് കൊണ്ടാണ് ഈ കൈപ്പക്കയിലെ കയ്പ്പ് നമുക്ക് മനസ്സിലാവാത്തത്. ഞാൻ 3 സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് മാറ്റം വരുത്താം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കണേ. ഇൻഗ്രീഡിയൻസിനൊക്കെ മാറ്റം വരുത്തിയിട്ട് കയ്പ്പുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അരക്കൈപ്പക്കക്ക് ഒരു മാങ്ങ എന്നുള്ള കണക്കിന് എടുക്കണേ. അപ്പോൾ ഇത് മുങ്ങാൻ പാകത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ആ മാങ്ങയും തക്കാളിയൊക്കെ നന്നായി ഒന്ന് വെന്ത് വരണം. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ മാങ്ങയും തക്കാളിയും കൈപ്പക്കൊക്കെ നന്നായി വെന്ത് വരും. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. മാങ്ങയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ എടുക്കുന്ന അളവിൽ കൂടുതലായി നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന് കണക്കായിട്ട് ഇൻഗ്രീഡിയൻസിന് മാറ്റം വരുത്തുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. പൊതുവേ ഞാൻ കൈപ്പക്ക കഴിക്കാറില്ല. ഈ രീതിയിൽ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് വല്ലാതെ ഇഷ്ടമായി. ഒട്ടും കയ്പ്പില്ല. അപ്പോൾ നന്നായിട്ട് മാങ്ങയൊക്കെ കുറച്ചങ്ങ് ഉടച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ കറി കുറച്ചും കൂടി ഒന്ന് തിക്കായി വരും. കണ്ടില്ലേ? അപ്പോൾ ഒരു 5 മിനിറ്റും കൂടി ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇതുപോലെ ഒന്ന് കുറുക്കിയെടുക്കുക. നല്ല തിക്കാക്കിയിട്ടെടുക്കുക. അപ്പോൾ നമ്മുടെ കൈപ്പക്ക വെച്ചിട്ടുള്ള ഈ റെസിപ്പി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. കൈപ്പക്ക കഴിക്കാത്തവർക്കും കൂടി ഇഷ്ടമാവും. അപ്പോൾ നമ്മുടെ കൈപ്പക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കുക. അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ ഉണ്ടാക്കുന്നതെങ്കിൽ അതിന് കണക്കായിട്ട് ഇൻഗ്രീഡിയൻസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഒട്ടും കയ്പ്പില്ലാത്ത കൈപ്പക്ക കറി കിട്ടും. അത് നിങ്ങൾക്ക് വറ്റിച്ചിട്ട് വേണമെങ്കിൽ വറ്റിച്ചിട്ട് എടുക്കാം, കറിയായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഇതൊക്കെ നിങ്ങളെ ഇഷ്ടം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇപ്പം പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.